ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമിതവണ്ണം, അതുപോലെ കൊളസ്ട്രോൾ, ഷുഗർ എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഓട്സ് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അമിതവണ്ണമുള്ള ആൾക്കാർക്കും ഓട്സ് നമ്മൾ ഇന്നിപ്പോൾ കാണിക്കുന്ന രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓട്സിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് ഒന്നാന്തരമാണ് ഓട്സ് കഴിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടുന്നുണ്ട്. മിനറൽസ്, വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം തന്നെ ഓട്സിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതിലാണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പം നമുക്ക് ശരിയായ രീതിയിൽ ഓട്സ് പ്രിപ്പയർ ചെയ്യണത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പോ അല്ലെങ്കിൽ അര കപ്പ് ഓട്സ് എടുത്തിട്ട് ഇനി കുതിരാനായിട്ട് വയ്ക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള അളവിൽ നമ്മൾ ഓട്സ് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഓട്സ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു 30 മിനിറ്റെങ്കിലും ഓട്സ് ഇതേപോലെ കുതിരാനായിട്ട് വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറഞ്ഞത് 30 മിനിറ്റാണ് കേട്ടോ. ഓട്സ് ഒരിക്കലും അപ്പം തന്നെ ഓട്സ് ഡയറക്റ്റ് നമ്മളിപ്പോൾ പാലിലൊക്കെ ചേർത്ത് കാച്ചി കുടിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർ ഒരു കാരണവശാലും അങ്ങനെ കഴിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ഓട്സിൻ്റെ കൂട്ടത്തിൽ കലോറി കൂടിയ കാര്യങ്ങൾ ചേർത്തിട്ടും കഴിക്കാൻ പാടുള്ളതല്ല. നമ്മളിവിടെ കുറച്ച് ക്യാബേജ്, ഒരു 2-3 സ്പൂൺ അളവിൽ ക്യാബേജ്, ടേബിൾ സ്പൂൺ അളവിൽ ക്യാബേജും അതേപോലെ തന്നെ കുറച്ച് പൊന്നാങ്കണ്ണി ചീരയുടെ ഇല അരിഞ്ഞതുമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം പൊന്നാങ്കണ്ണി ചീര നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ക്യാരറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ 2 കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സവാള പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഞാനിവിടെ തരിയുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാനൊരു വലിയ ബൗളിലേക്ക് നമ്മുടെ ഓട്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയുടെ ഇല അരിഞ്ഞതും ക്യാബേജും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതേപോലെ തന്നെ സവാള അരിഞ്ഞത്, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ചെറുതായിട്ട് നമ്മൾ ദോശയുടെ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് വരുത്തണം. എന്നാൽ നന്നായിട്ട് ലൂസായി പോകരുത് കേട്ടോ. അക്കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ദോശയ്ക്കൊരു പ്രത്യേകത കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചില്ലി ഫ്ലെക്സ് ഇല്ലെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി സവാളയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ചേർത്താൽ മതിയാവും കേട്ടോ. നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടുകെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിൽ. അതിലേക്ക് നമ്മുടെ ദോശ ബാറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രയാസമൊന്നുമില്ല. ഒരു വശം വെന്ത് വരുമ്പോൾ നമ്മൾ മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ദോശ അടപ്പത്ത് കിടന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് എന്താണെന്നോ, ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തേങ്ങാ ചമ്മന്തിയും കൂടിയാണ് ഓട്സ് ദോശ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വൈകുന്നേരമൊക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കാനായിട്ടൊക്കെ തോന്നലുണ്ടാകുമെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റിയിട്ട് ഈ ഓട്സ് കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ശരീരത്തിന് ദോഷമുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് തടയാനും സാധിക്കും. അപ്പോൾ ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി, B5, അയൺ, സിങ്ക്, കോപ്പർ തുടങ്ങിയൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. കൊളസ്ട്രോൾ ലെവൽ ആരോഗ്യകരമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രഷർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.